കവിഞ്ഞൊഴുകുന്ന അനുഗ്രഹത്തിലേക്ക് വീണ്ടും സ്വാഗതം. ദൈവവചനത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട്, വിളക്ക് കത്തിച്ച് പറയിൻ കീഴിൽ വയ്ക്കരുത്. മറ്റൊരിടത്ത് ഇങ്ങനെ പറയുന്നു, വിളക്ക് കത്തിച്ച് കട്ടിൽ കീഴെ വയ്ക്കരുത്. വാസ്തവത്തിൽ എന്താണ് അതിൻ്റെ അർത്ഥം? ദൈവം നമ്മെ ഓരോരുത്തരെയും വിളിച്ച് വേർതിരിച്ചു, തൻ്റെ അഭിഷേകത്താൽ നിറച്ച് കർത്താവിൻ്റെ സുവിശേഷത്തിൻ്റെ ഘോഷകരാക്കി നമ്മളെ ഓരോരുത്തരെയും മാറ്റിയിരിക്കുക. വാസ്തവത്തിൽ വിശ്വാസികളായിട്ട് ആരെയും ദൈവം വിളിക്കുന്നില്ല, മറിച്ച് എല്ലാവരെയും കർത്താവിൻ്റെ ശുശ്രൂഷക്കാരായിട്ടാണ് വിളിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ മേൽ എല്ലാവരുടെ മേലും ഒരു വലിയ ദൗത്യം, അപ്പോസ്തലനായ പൗലോസ് പറയുന്നത് പോലെ നിർബന്ധം എൻ്റെ മേൽ കിടക്കുന്നു എന്നുള്ള ആ അവസ്ഥ നമ്മുടെ മേലുണ്ട്. അപ്പോൾ പ്രിയപ്പെട്ടവരെ, കർത്താവിൻ്റെ സ്നേഹത്തെക്കുറിച്ച് ദൈവവചനം പറയുന്നത് പോലെ അവൻ്റെ സൽഗുണങ്ങളെ ഘോഷിപ്പാൻ തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ജാതി, ഒരു രാജകീയ പുരോഹിത വർഗമാണ് നാം ഓരോരുത്തരും. അതുകൊണ്ട് തന്നെ നമ്മുടെ മേൽ കർത്താവിൻ്റെ നാമത്തെ മഹത്വപ്പെടുത്തുവാൻ, അനേകരോട് യേശു നമ്മുടെ ജീവിതത്തിൽ ചെയ്ത നന്മകളെക്കുറിച്ച് ഘോഷിക്കുവാൻ, നമുക്ക് യേശു എങ്ങനെയുള്ളവനായിരുന്നു, നല്ലവൻ, അനുഗ്രഹിക്കുന്നവൻ, നന്മകളെ നൽകുന്നവൻ, സ്നേഹിക്കുന്നവൻ, കരുതുന്നവൻ, കാക്കുന്നവൻ, ആ സത്യങ്ങളെ മറ്റുള്ളവരോട് അറിയിക്കുവാനുള്ള ഉത്തരവാദിത്വം നമുക്കുണ്ട്. അപ്പോൾ അവിടെ ഉപേക്ഷ വിചാരിക്കാൻ പാടില്ല. എനിക്ക് ക്ഷീണമാണ്, എന്നെക്കൊണ്ട് ഗുണമില്ല, എനിക്കതിനുള്ള യോഗ്യതയില്ല, എനിക്ക് കഴിവുകളില്ല എന്നൊക്കെ പറഞ്ഞ് പലരും ദൈവത്തിൻ്റെ നാമത്തെ മഹത്വപ്പെടുത്തുവാൻ, യേശു നമ്മുടെ ജീവിതത്തിൽ ചെയ്ത നന്മകളെ ഘോഷിക്കുവാൻ മടി പിടിച്ച് കിടക്കുന്നതായിട്ട് നമ്മൾ കാണാറുണ്ട്. പ്രിയപ്പെട്ടവരെ, അങ്ങനെ ചെയ്യാൻ പാടില്ല. അതാണ് ദൈവവചനം, ആ വചനങ്ങളെ കൊണ്ട് ദൈവം ഉദ്ദേശിക്കുന്നത്. ഇന്ന് ഒരു അനുഗ്രഹിക്കപ്പെട്ട സന്ദേശം നമ്മൾ കേൾക്കാൻ പോവുകയാണ്. കൊല്ലത്തിനടുത്ത് ചവറയിൽ കഴിഞ്ഞ ദിവസം നടന്ന TV പ്രേക്ഷക മീറ്റിങ്ങിൽ കർത്താവിൻ്റെ ദാസൻ തോമസ് കുട്ടി ബ്രദർ ഒരു മനോഹരമായ സന്ദേശം പറഞ്ഞു. നമുക്കത് കേൾക്കാം. പ്രാർത്ഥനയോടെ വേണം ഈ മെസ്സേജ് കേൾക്കാൻ. കാരണം അത് കേൾക്കുമ്പോൾ നമ്മുടെ എല്ലാവരുടെയും കാഴ്ചപ്പാടുകൾ, ചിന്താഗതികളൊക്കെ മാറും. അപ്പോൾ തന്നെ അത് നമ്മുടെ ജീവിതത്തിന് അനുഗ്രഹത്തിന് കാരണമാകുകയും ചെയ്യും. അതുകൊണ്ട് പ്രാർത്ഥനയോടെ നമുക്ക് സന്ദേശം കേൾക്കാം. ഉള്ളിൽ വന്നൊരു വാക്യം ഇതാണ് ശുശ്രൂഷകർക്കായി: വിളക്ക് കൊളുത്തി ആരും പറയിൻ കീഴെ വെക്കരുത്. പറ അളവ് പാത്രമാ എന്ന് പറഞ്ഞാൽ നിന്റെ പ്രകാശത്തെ അളക്കരുത്. കൈ കൊടുത്ത് പറഞ്ഞാട്ടെ. എങ്ങനെ അളക്കുന്നതെന്ന് ഞാൻ പറയാം. ഞാൻ മലയാളിയല്ലേ, എനിക്ക് ഇംഗ്ലീഷ് പറയാൻ അറിയത്തില്ലല്ലോ. ഇതാണ് പറ. കൈ കൊടുത്ത് പറ. ആ പറയുടെ കീഴെ നിന്ന് മാറ്റണം. മനസ്സിലായോ? എനിക്ക് ഇത്രയും വിദ്യാഭ്യാസമല്ല ഉള്ളോ, എനിക്ക് കഴിവില്ലല്ലോ, എനിക്ക് ഇന്നെ അറിവില്ലല്ലോ, എൻ്റെ കയ്യിൽ പൈസ ഇല്ലല്ലോ. ആ പറ എടുത്ത് മാറ്റ്. വിളക്ക് പറയുടെ കീഴിൽ വെക്കരുത്. കൈ കൊടുത്ത് പറ. ദൈവം കത്തിച്ച വിളക്ക് നിന്റെ പറ കൊണ്ട് മൂടരുത്. ദൈവം കത്തിച്ച വിളക്ക് നിന്റെ പറ കൊണ്ട് മൂടരുത്. അതാണ് ഇന്നത്തെ സന്ദേശം. ദൈവം കത്തിച്ച വിളക്ക് നിന്റെ പറ കൊണ്ട് മൂടരുത്. യേശു പറഞ്ഞു, വിളക്ക് കൊളുത്തി ആരും പറയുടെ കീഴിൽ വെക്കില്ല. അതാണ് ഇന്നത്തെ സന്ദേശം. ദൈവവചനം ഇത്രയേ ഉള്ളൂ. ദൈവം കത്തിച്ച വിളക്ക് പറയുടെ കീഴിൽ വെക്കരുത്. ദൈവം കത്തിച്ച വിളക്ക് ലോകം മുഴുവൻ പ്രകാശിക്കാനുള്ളതാണ്. നിന്റെ അളവുകൾ കൊണ്ട് അതിനെ കൊച്ചാക്കരുത്. എനിക്ക് ഇംഗ്ലീഷ് അറിയില്ല, എനിക്ക് വിദ്യാഭ്യാസമില്ല, ഞാൻ മേമ്പടുത്തക്കാരനാ, എനിക്ക് കഴിവില്ല. അത് നിന്റെ അളവാണ്. നിന്നെ നീ തന്നെ അളക്കുന്ന ആ പറ ഇന്ന് എടുത്തു മാറ്റുമ്പോൾ മനുഷ്യരുടെ അളവ് പാത്രമാ പറ. ഈ അളവ് നമ്മൾ മാത്രം അളന്നതല്ല, നാട്ടുകാരും നമ്മളെ അളന്നിട്ടുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഈ നമ്മളെക്കുറിച്ച് നമ്മൾ അളന്ന അളവും നാട്ടുകാർ അളന്ന അളവും മാറ്റണം. അതാ ഇന്നത്തെ സന്ദേശം. അപ്പോൾ തന്നെ നീ വിശാലപ്പെടും. നമുക്ക് ആ വാക്യം ഒന്ന് വായിക്കുന്നത് നല്ലതാണ്. വാക്യം കേൾക്കണം. മത്തായി എഴുതിയ സുവിശേഷം 5-ാം അധ്യായം 15-ാം വാക്യം. വിളക്ക് കത്തിച്ച് പറയിൻ കീഴിലല്ല തണ്ടിന്മേൽ അത്രേ വയ്ക്കുന്നത്. അടുത്തിരിക്കുന്ന ആളോട് പറ, ദൈവം നിന്നിൽ കത്തിച്ച വിളക്ക് പറയിൻ കീഴി വെക്കരുത്. പിന്നെ അപ്പോൾ അത് വീട്ടിലുള്ള എല്ലാവർക്കും പ്രകാശിക്കുന്നു. അങ്ങനെ തന്നെ മനുഷ്യൻ നിങ്ങളുടെ നല്ല പ്രവർത്തികളെ കണ്ട് സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവിനെ മഹത്വപ്പെടുത്തേണ്ടതിന് നിങ്ങളുടെ വെളിച്ചം അവരുടെ മുമ്പിൽ പ്രകാശിക്കട്ടെ. എല്ലാവരും കാണണം.
നിനക്ക് കർത്താവ് ചെയ്യാൻ പോകുന്നത്, ചെയ്ത് കഴിഞ്ഞത് എല്ലാവരും കാണണം. മറ്റൊരു ഭാഗത്ത് ഇങ്ങനെയാണ്, വിളക്ക് കത്തിച്ച് പറയിൻ കീഴിലോ കട്ടിൽ കീഴിലോ വെക്കരുത്. എവിടെയൊക്കെ വെക്കരുത്? ഇതേ വേദഭാഗം മറ്റോടത്ത് രേഖപ്പെടുത്തിയിരിക്കുന്നതിനാണ്. വിളക്ക് കത്തിച്ച് പറയിൻ കീഴിലും വെക്കരുത്, പിന്നെ കട്ടിക്കീഴിലും വെക്കരുത്. പഴയ നിയമകാലത്ത് മോശയെ ദൈവം തെരഞ്ഞെടുത്തിട്ട് പറഞ്ഞു, ഇസ്രായേൽ മക്കളെ മിസ്രയീമിൽ നിന്ന് വിടുവിക്കാൻ ഞാൻ നിന്നെ അയക്കുക, ഞാൻ നിന്നെ കത്തിക്കുക, ഞാനാ നിന്നെ കത്തിച്ച്. യേശുവിനെ സ്വീകരിച്ചപ്പോൾ സ്വർഗത്തിന്റെ തീ നിന്നിൽ കത്തിച്ചിരിക്കുക. യേശു കർത്താവിനെ വിശ്വസിച്ചവരുടെ കരം എനിക്കൊന്ന് കാണണം. അത് സ്വർഗത്തിന്റെ തീയാ. യേശുവേ ഹൃദയത്തിൽ വരണമെന്ന് പറഞ്ഞപ്പോൾ ദൈവം തമ്പുരാൻ എന്ത് ചെയ്തതാണ്? സ്വർഗത്തിലെ തീ കത്തിച്ചതാ. ഹല്ലേലൂയ. പറഞ്ഞാട്ടെ, ആ അഗ്നിയെ, ആ വെളിച്ചത്തെ പറയിൻ കീഴിൽ മൂടരുത്. മോശ ആടിനെയൊക്കെ തീറ്റി പോവുക. വലിയ കൊട്ടാരത്തിൽ വളർന്ന ആളാ കേട്ടോ. ഒരബദ്ധം പറ്റി ഓടിപ്പോയതാ. ഇനി ആടുമൊക്കെ തീറ്റി അവസാനിച്ചേക്കാമെന്നാണ് വിചാരിച്ചു. അങ്ങനെ ചിലർ അവസാനിച്ചേക്കാമെന്നും കൊണ്ട് ഇവിടെ വന്നിട്ടുണ്ട്. അവസാനിപ്പിക്കത്തില്ല. തുടങ്ങാൻ പോവാ. പദ്ധതികൾ കർത്താവ് ആരംഭിക്കാൻ പോവാ. പ്രൈസ് ദ ലോർഡ്. ആമേൻ. അവൻ അങ്ങനെ ആട് തീറ്റി പോകുമ്പോൾ ഇതാ ഒരു ദിവസം ഒരു മുൾപ്പടർപ്പ് നിന്ന് കത്തുകയാണ്. മുൾപ്പടർപ്പ് കത്തുന്ന കാഴ്ച മരുഭൂമിയിൽ സാധാരണ ഉള്ളതാണ്. പക്ഷേ ഇതിനൊരു പ്രത്യേകതയുണ്ട്. നേരങ്ങളോളം നിന്ന് കത്തിയിട്ടും എന്ത് ചെയ്യുന്നില്ല? അത് വെന്ത് ചാരമാകുന്നില്ല. അത് തനിക്കൊരു പുതിയ കാഴ്ച തന്നെ. അകത്തുള്ള മുൾപ്പടർപ്പ് അതുപോലെ നിൽക്കുന്നു, പക്ഷേ അഗ്നി കത്തുന്നു. ഇങ്ങനൊരു കത്തൽ നിനക്കും എനിക്കും കർത്താവ് തരികയാണ്. പെന്തക്കോസ്ത് നാളിൽ ഇറങ്ങി വന്ന അഗ്നി, സഹോദര, നീ കത്തണ്ട, നിന്റെ മേൽ കത്തിക്കോളും. എൻ്റെയും നിൻ്റെയും എനർജി ഇതിന് വേണ്ട. ആ മുൾപ്പടർപ്പിൻ്റെ ഫ്യുവൽ എടുക്കണ്ട, സ്വർഗത്തിലെ ഒരു ഫ്യുവലാകാം. പരിശുദ്ധാത്മാവ് നമ്മളിൽ വന്നിട്ട് നമ്മൾ കത്തി ജ്വലിക്കുന്ന ഒരു അനുഭവം കർത്താവ് നമുക്ക് തരുന്നതിനായി ഞാൻ എൻ്റെ കർത്താവിനെ സ്തുതിക്കുക. താൻ അടുത്തു വന്നപ്പോൾ ദൈവം തന്നോട് സംസാരിക്കുക. ഞാൻ നിന്നെ, ഇസ്രായേൽ മക്കളെ മിസ്രയീമിൽ നിന്ന് വിടുവിക്കാൻ ഞാൻ നിന്നെ അയക്കാൻ പോവാ. പ്രൈസ് ദി ലോർഡ്. ഉടനെ അദ്ദേഹം തൻ്റെ കഴിവുകേടുകൾ പറഞ്ഞു. ഇതാണ് പറ കൊണ്ട് അളക്കുന്നത്. ഞാൻ വിക്കനാണ്, ഞാൻ തടിച്ച നാവുള്ളവനാണ്, എന്നെ കൊണ്ട് ഈ പരിപാടി പറ്റത്തില്ല. പക്ഷെ കർത്താവ് പറയുന്നത് എന്നറിയോ? നിന്റെ കഴിവ് കൊണ്ടല്ല, ഞാൻ അഗ്നി കത്തിച്ച് ഞാൻ അയക്കുന്നു. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഇതുപോലെ പലരും പ്രവാചകന്മാരും പഴയ നിയമത്തിൽ പലരും പറഞ്ഞിട്ടുണ്ട്, ഞാനൊരു ബാലന, എന്നെ കൊണ്ട് നടക്കത്തില്ല. ഇന്ന് പകൽ എല്ലാ ദൈവമക്കളും അറിയട്ടെ, നമ്മുടെ കഴിവ് കൊണ്ട് ചെയ്യാൻ നോക്കുന്നതിനാണ് പറ കൊണ്ട് മൂടുക എന്ന് പറയുന്നത്. ഹല്ലേലൂയ. ഇങ്ങനെ നമ്മളെ അവമതിച്ചത് മാത്രമല്ല, നമ്മളെ തന്നെ മോശമായി ചെറുതായി കണ്ടത് മാത്രമല്ല, ലോകവും നമ്മളെ ചിലപ്പോൾ ചെറുതായി കണ്ടിട്ടുണ്ട്. നമ്മുടെ കർത്താവ് തൻ്റെ ശിഷ്യന്മാരെ തിരഞ്ഞെടുക്കുമ്പോൾ അവരുടെയൊക്കെ പേര് മാറ്റി വിളിച്ചതായിട്ട് നമ്മൾ വായിക്കുന്നു. രസകരമായിട്ടാണ് കർത്താവ് പേര് മാറ്റി വിളിച്ചത്. കർത്താവ് നമുക്കിടുന്ന പേര് ശക്തിയുടെ പേരുകളാണ്. കർത്താവ് നിന്നെ വിളിക്കുന്നത് അത്ഭുതത്തിൻ്റെ പേരുകളാണ്. അടുത്തിരിക്കുന്ന ആളോട് പറഞ്ഞാട്ടെ, പപ്പായും മമ്മായും ഇട്ടതല്ലാതെ ഒരു പേര് നിനക്കുണ്ട്. യേശു ഇട്ട ഒരു പേര് നിനക്കുണ്ട്. യേശുവിൻ്റെ ശിഷ്യന്മാരിൽ ഏറ്റവും ചെറുപ്പക്കാരായ 2 സഹോദരന്മാർ, സബദിയുടെ മക്കളായ യാക്കോബും യോഹന്നാനും. നമ്മൾ വായിക്കുന്നവർ എന്തെങ്കിലും കർത്താവിനോട് ചോദിക്കണമെങ്കിൽ അമ്മയെ കൊണ്ടാണ് ചോദിപ്പിക്കുന്നത്. ഈ 2 പേരെ, ഒരുവനെ നിൻ്റെ ഇടത്തും വലത്തും നിൻ്റെ രാജ്യത്തിൽ ഇരുത്താമോ എന്നൊക്കെ ചോദിക്കുന്ന, ഞാൻ എൻ്റെ ഒരു ഭാഷ ഉപയോഗിക്കട്ടെ, അമ്മയുടെ സാരിത്തുമ്പേൽ ഇങ്ങനെ നാണം കളിച്ച് നടക്കുന്ന 2 കൊച്ചു പിള്ളേർ. പക്ഷെ അവരെ കണ്ടുടനെ കർത്താവ് അവരുടെ പേരൊന്ന് മാറ്റി വിളിച്ചു. നിങ്ങൾക്ക് ഇടിമക്കൾ എന്ന് പേരാവും. എന്താണ് പേരിട്ടത്? ഇടിമക്കൾ എന്ന് പറഞ്ഞാൽ കൈയുടെ മുഷ്ടി കൊണ്ടിരിക്കുന്ന കാര്യമല്ല. സൺസ് ഓഫ് തണ്ടർ. ഇടിവാളില്ലേ, ഇടികുടങ്ങത്തില്ലേ, അതെ, ഭൂമിയൊക്കെ വിറപ്പിക്കുന്ന ഇടിവാൾ. നിങ്ങൾ ഇടിവാളാണ്.
അതോടെ ഞാൻ മനസ്സിലാക്കി, കർത്താവിൻ്റെ ഡിക്ഷണറിയിൽ നമുക്കിടാനുള്ള പേരുകളെല്ലാം അടിപൊളി പേരുകളാണ്. ഇടിവാൾ, കൊടുവാൾ, ചുടുകട്ട, ഈ സൈസ് പേരുകളാണ്. സാത്താൻ്റെ തല തകർക്കുന്ന വ്യക്തികളാണ് നിങ്ങളും ഞാനും. ഹല്ലേലൂയ. എന്നാൽ നമുക്ക് നമ്മളെക്കുറിച്ച് തന്നെയുള്ള കാഴ്ച ചെറുതാണ്. ദൈവത്തിൻ്റെ മക്കളെ എല്ലാവരോടും ഞാൻ പറയട്ടെ, ദൈവം നിങ്ങളെ കാണുന്ന പോലെ നിങ്ങൾ നിങ്ങളെ കാണുക. ആമേൻ. ഹല്ലേലൂയ. നമ്മുടെ കൊച്ചു കണ്ണുകൾ കൊണ്ട് നമ്മളെ കാണരുത്. ആനയ്ക്കൊരു പ്രശ്നമുണ്ട്, ശരീരം വലുതാണെങ്കിലും കണ്ണ് രണ്ടും ചെറുതാണ്. കണ്ണിൻ്റെ പുറകിൽ 2 ചെവിയുമുണ്ട്. അതുകൊണ്ടാണ് നമ്മളൊക്കെ സമാധാനമായിട്ട് ഇവിടെ ജീവിക്കുന്നത്. ആനയുടെ വിചാരം അതിൻ്റെ ജീവിതത്തിൽ ആകെ കണ്ടിട്ടുള്ള ഒരു തുമ്പിക്കയ്യ, ഞാൻ ഇത്രേ ഉള്ളൂ എന്നാണ് അവൻ വിചാരിച്ചിരിക്കുന്നത്. എന്നാൽ ആന അതിൻ്റെ ശരീരം കണ്ടിരുന്നെങ്കിൽ നാട്ടിൽ നമ്മളെ ആരെയും കിടത്തത്തില്ലായിരുന്നു. ഒരിക്കൽ ഒരു ദൈവദാസൻ പ്രസംഗമധ്യേ പറഞ്ഞ് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. ആന ചിലപ്പോൾ മതമിളകി എന്ന് പറയാറുണ്ട്, അവന് വട്ടുപിടിച്ചെന്നും. എന്നിട്ട് എന്ത് ചെയ്യും? ഓട്ടോറിക്ഷ എടുത്ത് വലിച്ചു പൊക്കി ഒറ്റയേറ് ഒരു തെങ്ങ് വലിച്ച് പിഴുത് അപ്പുറത്തോട്ടിട്ടു. ഉടനെ നമ്മൾ പറയും ആനയ്ക്ക് മതമിളകി, ഭ്രാന്തിളകി. എന്നാൽ അദ്ദേഹം പറയാം മതമിളകിയതല്ല, വിവരം വെച്ചതാണ്. ഇപ്പോഴാണ് താൻ ആരാണെന്ന് തനിക്ക് പിടികിട്ടിയത്. ആരോ കാലിൽ വെച്ച ഒരു തോട്ടിയിൽ കുരുങ്ങി അങ്ങനെ ഇടത്താനെ വലുത്താനെ എന്ന് പറഞ്ഞ് പോയ പോലെ നമ്മുടെയൊക്കെ മനസ്സിനെ നാളുകൾക്ക് മുമ്പേ ഒരു തോട്ടിയിട്ട് സാത്താൻ പിടിച്ചു. മനുഷ്യനെ ദൈവം പൂർണ്ണ ശക്തനായി സൃഷ്ടിച്ചു. മനുഷ്യനെ ദൈവം അധികാരിയായി സൃഷ്ടിച്ചു. മേലാകാശത്തിലും താഴെ ഭൂമിയിലുമുള്ള സകലത്തിനും അധികാരിയായി മൂക്കിൽ ജീവശ്വാസം ഊതി ദൈവം തൻ്റെ സ്വരൂപത്തിൽ സാദൃശ്യത്തിൽ മനുഷ്യനെ സൃഷ്ടിച്ചെങ്കിൽ ദുഷ്ടനായ സാത്താൻ എൻ്റെയും നിങ്ങളുടെ മനസ്സിൽ ഒരു തോട്ടിയിട്ട് പിടിച്ചു. എവിടെ തോട്ടിയിട്ട് പിടിച്ചു? എത്ര വലിയ ആനയാണേലും ഉണ്ടല്ലോ, ഈ തെങ്ങ് പിഴുതെറിയാവുന്ന അല്ലെങ്കിൽ ഓട്ടോറിക്ഷ പൊക്കിയെറിയാവുന്ന ഈ ആനയുടെ കാലിൽ ആ പാപ്പാൻ ഒരു ചെറിയ കമ്പ് കൊണ്ട് വെച്ചാൽ ബാക്കി 3 കാലും പുള്ളി അനക്കും. ഈ കാല് മാത്രം എന്ത് ചെയ്യത്തില്ല. ഇതുപോലെയാണ് നമ്മൾ. എനിക്ക് ഇംഗ്ലീഷ് അറിയാൻ മേല, ഞാൻ എന്തോ ചെയ്യും? കൈ കൊടുത്ത് പറ, അപ്പോസ്തലന്മാർക്കും ഇംഗ്ലീഷ് അറിയത്തില്ലായിരുന്നു. സെൻറ് തോമസിന് മലയാളം അറിയില്ലായിരുന്നു. മനസ്സിലാവുന്നുണ്ടോ? സ്തോത്രം. എന്നാൽ അവരുടെ മേൽ പരിശുദ്ധാത്മാവ് വന്നപ്പോൾ, ക്രിസ്തുവിലുള്ള വിശ്വാസം വന്നപ്പോൾ, അവരുടെ കാല് എവിടെ കെട്ടിയിരുന്നോ അത് പൊട്ടിമാറി. ദൈവത്തിൻ്റെ മക്കളെ, ദൈവം നിന്നിൽ കത്തിച്ച അഗ്നിയെ നീ നിന്നെ തന്നെ അവമതിക്കുന്ന അളവുകൾ കൊണ്ട് മൂടരുത്. ദൈവം നിന്നെ കാണുന്ന പോലെ നീ നിന്നെ കാണുക. കൈകൊടുത്ത് പറഞ്ഞാട്ടെ, ദൈവം നിന്നെ കാണുന്ന പോലെ നീ നിന്നെ കാണുക. എല്ലാവരും ഒന്ന് പറയാമോ? എൻ്റെ കർത്താവ് എന്നെ കാണുന്ന പോലെ ഞാൻ എന്നെ കാണും. ഞാൻ എന്നെക്കുറിച്ച് തന്നെ കണ്ടത് ഇനി കാണത്തില്ല. പറഞ്ഞാട്ടെ. നമ്മളെന്തുവാ നമ്മളെക്കുറിച്ച് പറഞ്ഞ്? ഞാനൊരു പാവമാണ്, ഞാനൊരു പരാജയമാണ്, ഞാൻ ഇതാണ് പറയരുത്. ആ ബൈബിൾ എല്ലാവരും ഉയർത്തിപ്പിടിച്ചേ. ഇന്ന് വിളിച്ച് പറഞ്ഞ്, ദൈവവചനം എന്നെക്കുറിച്ച് എന്ത് പറയുന്നു അതാകുന്നു ഞാൻ. പറഞ്ഞാട്ടെ, ദൈവത്തിൻ്റെ വചനം ഇത് എന്നെക്കുറിച്ച് എഴുതിയിട്ടുള്ളതാണ്. പറഞ്ഞാട്ടെ, ഇതിനുള്ളിൽ ഞാൻ ആരാണെന്ന് പറയുന്നു അതാണ് ഞാൻ. ഈ ദൈവവചനം പറയുന്നു, ക്രിസ്തുവിൽ നീ ഒരു പുതിയ സൃഷ്ടിയാണ്, ദൈവാനുരൂപമായി സൃഷ്ടിക്കപ്പെട്ടിരിക്കുകയാണ്. ദൈവത്തിൻ്റെ എല്ലാ കഴിവുകളും പുതിയ സൃഷ്ടിയിൽ ദൈവം വെച്ചിരിക്കുകയാണ്. ഈ പഴയ നിയമത്തിൽ പോലും നമ്മളെക്കുറിച്ച് എഴുതിയിട്ടില്ല. അപ്പോസ്തലന്മാർ മുഖേന വെളിപ്പെടുത്തപ്പെട്ട ക്രിസ്തുവിൽ ഒരു പുതിയ സൃഷ്ടിയാണ് നിങ്ങളും ഞാനും. വിളിച്ചു പറഞ്ഞാട്ടെ, യേശു എന്നെക്കുറിച്ച് എന്ത് പറയുന്നു അതാണ് ഞാൻ. യോഹന്നാനും യാക്കോബിനും ലോകം കൊടുത്ത പേരല്ല യേശു കൊടുത്തത്. യേശു കൊടുത്ത പേരേതാണ്? ഇടിമക്കൾ. ഓർക്കെ പറഞ്ഞാട്ടെ, എന്താണ്? അപ്പം അതിൻ്റെ അർത്ഥം എന്നാണെന്നറിയോ? നാട്ടുകാർ, നമ്മുടെ അപ്പനും അമ്മയ്ക്കും പോലും നമ്മളെക്കുറിച്ച് നല്ല മതിപ്പുണ്ടാകണമെന്നില്ല, പ്രതീക്ഷകൾ ഉണ്ടാകണമെന്നില്ല. ഇസ്രായേലിലെ 2ാമത്തെ രാജാവായിരുന്നു ദാവീദ്. ആദ്യ രാജാവായ ശൗൽ തോൾ മുതൽ എല്ലാവരെക്കാളും പൊക്കമുള്ളവനും നല്ല കോമളനും ഒക്കെ ആയിരുന്നു. അതുകൊണ്ട് രാജാവെന്ന് പറഞ്ഞാൽ ഒരു 6-6.5 അടി പൊക്കവും അതിനുള്ള വണ്ണവും ഒക്കെയാണ് മനസ്സിൽ ഇരുന്നത്. ഒന്ന് കൈകൊടുത്ത് പറഞ്ഞ്, വല്ലോരെ നോക്കി ദൈവത്തിൻ്റെ പദ്ധതി അളക്കരുത്. എടാ, 1-ാം രാജാവ് 6.5 അടി ഉണ്ടെങ്കിൽ 2-ാം രാജാവ് ഒരു 7.5 അടി വേണ്ടേ എന്നൊരു ചിന്താഗതി ഒരുപക്ഷെ ഇസ്രായേലിലുണ്ടായിരുന്നിരിക്കാം. അങ്ങനെ ഇരുന്നപ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് ശമൂവേൽ പ്രവാചകനോട് പറഞ്ഞു, നീ ഇശായിയുടെ വീട്ടിൽ ചെല്ലണം, അവിടെ ഒരു മകനെ അടുത്ത രാജാവായി കണ്ടിരിക്കുകയാണ്. അവിടെ ചെന്നപ്പോൾ അപ്പനോട് ചോദിച്ചു, നിന്റെ മക്കളിൽ ഒരുത്തനെ രാജാവാക്കാൻ പോവാ ദൈവം.
ഉടനെ അപ്പം പറയാ, അതെ ഈ മൂത്തവനെ കണ്ടില്ലേ, അവൻ നല്ല തടിമെടുക്കുള്ളവന്, ഇവനായിരിക്കും മിക്കവാറും. മനുഷ്യൻ പുറമേ ഉള്ളത് കാണുന്നു, ദൈവമോ ഹൃദയങ്ങളെ തൂക്കി നോക്കുന്നു. ഉടനെ ശമൂവേൽ പ്രവാചകൻ ഇവനെ അഭിഷേകം ചെയ്യാൻ തുടങ്ങിയപ്പോൾ ദൈവം പറഞ്ഞു, ഇവനല്ല. അങ്ങനെ 1, 2, 3, 4, 5, 6, 7 പേര് വന്നു, ഇവരാരും അല്ലെന്ന് പറഞ്ഞു. ഇനിയും വല്ല പിള്ളേരും ഉണ്ടോ എന്ന് ചോദിച്ചു. ഇനി ഒരുത്തനുണ്ട്, രാജാവാങ്കുള്ളതിൽ ആടുതീറ്റ, അവനെ വിളി. പ്രൈസ് ദി ലോർഡ്. വരുന്നടാ ഒരു കൊച്ചു പയ്യൻ, അവന് 7.5 അടി പോയിട്ട് എനിക്കറിയില്ല 5.5 അടി ഉണ്ടോയെന്ന്. അവനൊരു കല്ലും കവണയൊക്കെ ആയിട്ട് ഇങ്ങനെ വരികയാണ്, ആട് തീറ്റ നടത്തിന്ന് വരികയാണ്. അവനെ കണ്ടപ്പോൾ ദൈവത്തിൻ്റെ കാഴ്ച അകത്തുണ്ടായി. ദൈവം നിന്നെ കാണുന്ന പോലെ നീ നിന്നെ കാണുക. ദൈവം നിന്നെ കാണുന്ന പോലെ നീ നിന്നെ കാണുക. അവൻ്റെ ഉള്ളിൽ അഭിഷേകം നിറഞ്ഞിട്ട് പ്രവാചകൻ പറയാണ്, ഇവനാണ് ആൾ, ഇവനെയാണ് രാജാവാക്കുന്നത്. അടുത്തിരിക്കുന്ന ആൾ പറഞ്ഞാട്ടെ, നാട്ടുകാരൻ നിന്നെ അളന്നിട്ടുണ്ട്, നിൻ്റെ പപ്പ നിന്നെ അളന്ന് കാണും, കൊച്ചാക്കി കാണും, നിൻ്റെ ടീച്ചർ പറഞ്ഞു കാണും നീ ഒരു ബുദ്ധൂസാന്ന്, കൂട്ടുകാർ പറഞ്ഞു കാണും നീ ഒരിക്കലും ഗതി പിടിക്കത്തില്ലെന്ന്, ഒരുപക്ഷെ ആരോ ജാതകവും എഴുതി വെച്ച് കാണും നിനക്ക് ഗതിയില്ലെന്ന്. എന്നാൽ നിന്റെ ജാതകം മാറ്റുവാൻ പുതിയൊരു ജന്മം, പഴയ നക്ഷത്രത്തിൽ നിനക്ക് എന്തെഴുതിയോ അത് മാറുന്നൊരു പുതിയ ജനനം, വീണ്ടും ജനനം, പരാജയം മാറ്റിയൊരു ജനനം, നിന്നെ എഴുതി വെച്ച കൈയെടുത്ത് മായ്ച്ചൊരു ജനനം, ഒരു പുതിയ വ്യക്തിയാക്കുന്ന ഒരു ജനനം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. മറ്റുള്ളവർക്ക് എന്തിന് നമ്മുടെ അധ്യാപകർ ചുറ്റുപാടുള്ളവർക്കൊക്കെ നമ്മളെക്കുറിച്ച് മോശമായിട്ടാണ് ചെറുതായിട്ടാണ് കാണുന്നത്. അവരുടെ കുറ്റമല്ല. അതാണ് അളവ് പാത്രം മാറ്റണം എന്ന് കർത്താവ് പറഞ്ഞു. വിളക്ക് കൊളുത്തി ആരും ഇവിടെ വെക്കരുത്, പറയുടെ കീഴിൽ പറ അളക്കുന്നതാ. ഞാൻ എന്നെ തന്നെ കൊച്ചായിട്ട് അളന്നിരിക്കാം. മനുഷ്യരുടെ അളവാണ് പറ, മനുഷ്യരുടെ അളവാണ് പറ. എൻ്റെ കർത്താവ് പറഞ്ഞ അളവ് കൂടാതെ ഞാൻ ആത്മാവിനെ തരുമെന്ന്. ദൈവത്തിന് നിന്നെ അനുഗ്രഹിക്കുന്നതിന് ഒരളവുമില്ല, ഒരു ലിമിറ്റുമില്ല. സ്തോത്രം. ആദ്യം ഈ ശിഷ്യന്മാർ ഉയർത്തെഴുന്നേറ്റ് കർത്താവിനോട് ഇങ്ങനെ ചോദിച്ചു, എന്നാ ഇസ്രായേൽ എന്ന് പറയുന്ന ഈ രാഷ്ട്രം ഭരിക്കാൻ ഞങ്ങൾക്ക് കിട്ടുന്നത്? നീ ക്രിസ്തു അല്ലേ? അവരെ അളന്നു. ചെറിയൊരു ഭൂവിഭാഗം, കേരളത്തിൻ്റെ അത്രയും പോലും വലിപ്പമില്ലാത്തൊരു സ്ഥലം ചോദിച്ചു. അപ്പോസ്തലർ പ്രവൃത്തി 1:6 നമ്മൾ വായിക്കുന്നു. എന്നാൽ കർത്താവരോട് പറഞ്ഞു, ദൈവം തൻ്റെ സ്വന്തം അധികാരത്തിൽ വെച്ചിരിക്കുന്ന സമയമൊന്നും ഇപ്പം നിങ്ങൾ അറിയണ്ട. നിങ്ങൾ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ ശക്തി ലഭിച്ചിട്ട് യെരുശലേം മാത്രമല്ല, യഹൂദ്യ മാത്രമല്ല, ശമരിയ മാത്രമല്ല, ഭൂമിയുടെ അറ്റത്തോളം അളക്കരുത്. പരിശുദ്ധാത്മാവിൻ്റെ പ്രവൃത്തി അളക്കരുത്. ഏത് വിശാലമായിട്ടും ഇന്ന് ചെയ്യും. അതാ ഞാൻ പറഞ്ഞ, ഇവിടെ പ്രാർത്ഥിക്കുമ്പോൾ ഹോസ്പിറ്റലിൽ സൗഖ്യമാകാൻ പോവുക. യെസ്, എക്സ്ട്രാ ഓർഡിനറി മിറക്കിൾസ് നടക്കാൻ പോവുക. പ്രാർത്ഥിച്ചപ്പോൾ മുടി പൊഴിഞ്ഞു പോയി കഷണ്ടി പോലെ ഒരു പെൺകുട്ടിക്ക് മുടി വളർന്നു വന്ന അത്ഭുതം ഞാൻ കേട്ടിട്ടുണ്ട്. കർത്താവിന് ചെയ്യാൻ കഴിയാത്തതൊന്നുമില്ല. 1-2 പേരോട് പറഞ്ഞിട്ട് അളക്കരുത്. മനുഷ്യൻ്റെ അളവ് കൊണ്ട് അളക്കരുത്. മനുഷ്യൻ്റെ അളവാണ് പറ. മനുഷ്യൻ്റെ അളവെടുത്ത് മാറ്റുമ്പോൾ ദൈവത്തിൻ്റെ അളവ് കൂടാത്ത നന്മകൾ പകരും. ഇതൊരു അത്ഭുത സൗഖ്യമാണ്. കഴിഞ്ഞ 6 വർഷമായിട്ട് ഈ സഹോദരൻ 2 കാലിലും വ്രണമുണ്ട്. അത് ഉണങ്ങാതെ നിൽക്കുകയായിരുന്നു. അതിൻ്റെയാണോ കാല കെട്ടുകൊണ്ട് ഇങ്ങോട്ട് വരുമ്പോഴും ആ വ്രണം അതുപോലെ ഉണ്ടായിരുന്നു. പക്ഷേ നല്ല വേദന ഉണ്ടായിരുന്നെന്നാണ് സിസ്റ്റർ പറഞ്ഞത്. പക്ഷേ ഇവിടെ വെച്ച് ആരാധിച്ചുകൊണ്ടിരുന്നപ്പോൾ കർത്താവ് തൊട്ടു, ആ വ്രണം ഉണങ്ങി സൗഖ്യമായി. 6 വർഷമായിട്ട് ഈ വ്രണം കാരണം ഞാൻ വേദന കൊണ്ട് ഉറങ്ങുന്നില്ലായിരുന്നു. ഇപ്പോൾ എനിക്ക് കാല് അവിടെ കുത്തി നിൽക്കാനും കാല് കസേരയിൽ ഇരിക്കാനും എനിക്ക് സൗഖ്യമായി, പൂർണ്ണ സൗഖ്യമായി. ഇതുപോലെ അത് നോക്കുമ്പോൾ തന്നെ അറിയാം. വ്രണത്തേൽ എനിക്ക് ചുട്ടു പഴുക്കുന്ന വേദനയും വ്രണത്തേലൊന്നും തൊടാൻ പറ്റത്തില്ലായിരുന്നു. ഇപ്പം വേദനയും മാറി. നിൽക്കുന്നതിന് കുഴപ്പമില്ല. കരിയുന്നത് അറിയാവോ? അറിയാം. ഇപ്പോൾ തന്നെ ആ വ്രണം കരിയാൻ തുടങ്ങി. ചേർന്ന് നമുക്ക് കർത്താവിനെ സ്തുതിക്കാം. ഇതൊരു അത്ഭുത സാക്ഷ്യമാണ്. ഈ മോക്ക് ഇപ്പോൾ 9 വയസ്സുണ്ട്. 1 വയസ്സ് കഴിഞ്ഞപ്പോൾ മുതൽ ഈ മോളുടെ കണ്ണിൽ നിന്നും വെള്ളം എടുത്തുകൊണ്ടിരുന്നു. അങ്ങനെ ട്രീറ്റ്മെൻറ്റിന് പോയി. കണ്ണ് കെട്ടിയൊക്കെ വെച്ച് ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞപ്പം വെള്ളമെടുപ്പ് അന്ന് കുറച്ച് കുറഞ്ഞെങ്കിലും കണ്ണ് കോങ്കണ്ണായിട്ട് മാറി. ഇന്ന് ഇവിടെ വരുമ്പോഴും വെള്ളമെടുക്കുന്ന അസുഖം ഉണ്ടായിരുന്നു. മോള് പറയുന്നത് പ്രാർത്ഥനാ സമയത്ത് ഒരു തണുപ്പ് കണ്ണടിച്ചു, വെള്ളമെടുപ്പ് മാറിയാണ്ട് കോങ്കണ്ണും ഇപ്പോൾ ഇല്ല. അത്ഭുത സൗഖ്യം. ഇങ്ങോട്ടൊന്ന് നോക്കിക്കേ, അടുത്തൊന്ന് വന്ന്.
കോങ്കണ്ണൊന്നൊന്ന് ഞാൻ നോക്കട്ടെ. ഇയാൾക്ക് കോങ്കണ്ണം ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ എനിക്ക് വിശ്വസിക്കാൻ ബുദ്ധിമുട്ടാണ്. കണ്ണിനകത്തുനിന്ന് വെള്ളമെടുപ്പ് പോലെ വന്ന് കോങ്കണ്ണ് പോലെ വന്ന് പെട്ടെന്ന് അങ്ങനെ മധുരയെ കൊണ്ടുപോയി ചികിത്സിച്ച് ഒരു കണ്ണ് കെട്ടിവെച്ച് ഒരു കണ്ണ് ഇങ്ങനെ തുറന്ന് ഒരേ മണിക്കൂർ വിട്ടു ഇപ്പോൾ കുറച്ച് നാൾ കൊണ്ട് കൊണ്ടുപോകുന്നില്ല. അപ്പോഴും അങ്ങനെ ഇരിക്കുമ്പോൾ കണ്ണിൽ നിന്ന് വെള്ളം വരികയും എൻ്റെ കണ്ണൊരുമാതിരി വരികയും അങ്ങനെ ഇരിക്കുമ്പോൾ കോങ്കണ്ണ് പോലെ അങ്ങ് ആകുകയൊക്കെ ചെയ്യും. ഒരു വശത്തോട്ടാണോ ഒരു വശത്തോട്ട്. ഇപ്പം നമ്മളെ നോക്കുന്ന വേറൊരാളിനെയാ നമുക്ക് തോന്നും. ഇപ്പം പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ എന്തോ സംഭവിച്ചു? കണ്ണിന് തണുപ്പ് വന്നെന്ന് പറഞ്ഞു. മോള് പറഞ്ഞു. ആണോ മോളെ? എന്തോ സംഭവിച്ചേ? കണ്ണിനകത്ത് തണുപ്പ് വന്നു. തണുപ്പ് വന്നിട്ട് അത്രേ അറിയുന്നുള്ളൂ പറയാൻ. അത്രേ പറയാൻ അറിയത്തുള്ളൂ. ഞാൻ നോക്കിയിട്ട് ഇപ്പോൾ എന്നെ തന്നെ നോക്കുന്ന പോലെയാണ്. ഞാൻ നേരത്തെ ഉള്ളത് കണ്ടിട്ടില്ലല്ലോ. ഇപ്പം മോടെ കണ്ണിന് നോട്ടത്തിൽ മാറ്റം വന്നത് മോക്കറിയാവോ? നോട്ടം ശരിയായോ? ശരിയായത് മോക്കറിയാം. കരമടിച്ച് കർത്താവിനെ ശ്രദ്ധിക്കും. ബ്രദറെ, ഇതൊരു അത്ഭുത സാക്ഷ്യമാണ്. ഈ സഹോദരി പറയുമായിരുന്നു 12 വർഷമായിട്ട് ഈ സഹോദരിക്ക് രുചി മാത്രമില്ല, മണവും അറിയത്തില്ലായിരുന്നു, ഗുണവും അറിയത്തില്ലായിരുന്നു. എന്നാൽ ഇന്നിപ്പം പ്രാർത്ഥിച്ചതിന് ശേഷം സഹോദരി ഓറഞ്ച് എടുത്ത് കഴിച്ചു നോക്കി. നല്ല ടേസ്റ്റും ഉണ്ട്, ഓറഞ്ചിൻ്റെ നല്ല മണവും ആസ്വദിക്കാൻ പറ്റി. 12 വർഷമായി. 12 വർഷമായി എനിക്ക് ഒന്നിൻ്റെ മണം അറിയത്തില്ല. എന്തേലും എവിടെയെങ്കിലും ചീഞ്ഞ് കിടന്നാലും എനിക്കത് അറിയത്തില്ലായിരുന്നു. ഇപ്പം ബ്രദർ പ്രാർത്ഥിച്ചു. ഞാൻ ഓറഞ്ച് എൻ്റെ കയ്യിലുണ്ടായിരുന്നു, പൊളിച്ച് കഴിച്ചു. അതിന് മണവുമുണ്ട്, രുചിയുണ്ടായിരുന്നു. എന്ത് അത്ഭുതകരമായ സാക്ഷ്യമാണ് കർത്താവ്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. നല്ല ടേസ്റ്റ് ഉണ്ട് ഓറഞ്ചിന്. ഞങ്ങൾക്കൊക്കെ ഇപ്പോൾ ഓറഞ്ച് കിലോയ്ക്കൊക്കെ വിലക്കുറവുണ്ട്, ആർക്കും ടേസ്റ്റ് ഇല്ലാതിരിക്കുക. സഹോദരിക്ക് ഇപ്പം നല്ല ടേസ്റ്റായി. കരമടിച്ച് കർത്താവിനെ സ്തുതിക്കാം. എത്ര അനുഗ്രഹിക്കപ്പെട്ട ഒരു സന്ദേശമാണ് നിങ്ങൾ കേട്ടത് അല്ലേ? ആ സാക്ഷ്യങ്ങളൊക്കെ ഒന്ന് നോക്കിയാട്ടെ. എന്തോ ഒരു അത്ഭുതങ്ങൾ അവിടെ നടന്നത്. ആ 2 കാലിലും വ്രണം വന്ന കരിയാതെ കിടന്ന ആ സഹോദരിയുടെ ആ വ്രണങ്ങൾ പൂർണ്ണമായിട്ട് ഉണങ്ങി. ആ ഗന്ധവും രുചിയും തിരിച്ചറിയുവാൻ പറ്റാഞ്ഞ ആ സഹോദരിക്ക് കർത്താവ് എത്ര അത്ഭുതകരമായ വിടുതലാണ് നൽകിയത്. ഇത് കണ്ടപ്പോൾ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കിയോ? അവിടെ ഒരുപാട് ശുശ്രൂഷകർ, തോമസ് കുട്ടി ബ്രദറിൻ്റെ നേതൃത്വത്തിൽ ഒരുപാട് പേര് അവിടെ കൂട്ടായിട്ട് പ്രയത്നിച്ചപ്പോഴാണ് ആ TV പ്രേക്ഷക മീറ്റിംഗ് അവിടെ നടന്നത്. അങ്ങനെ അവരാരെങ്കിലുമൊക്കെ മടിപിടിച്ച് ഈ പ്രേക്ഷക മീറ്റിംഗ് നടന്നില്ലായിരുന്നെങ്കിൽ എത്ര പേരുടെ വിടുതൽ അവിടെ തടസ്സപ്പെട്ടു പോകുമായിരുന്നത്. പ്രിയപ്പെട്ടവരെ നോക്കിയേ, ഇത്രയും പേർ കൂടെ ആ കർത്താവിൻ്റെ സ്നേഹം കടന്നു ചെല്ലുവാനും അവരിൽ ആ ദൈവികമായ വിടുതൽ അവരിലേക്ക് പകരപ്പെടുവാനും ഒക്കെ കാരണമായത് എന്തുകൊണ്ടാണ്? വളരെ ഉത്സാഹത്തോടെ ഒരു കൂട്ടം ആൾക്കാർ, ദൈവമക്കൾ ചേർന്ന് കൂട്ടായിട്ട് പ്രവർത്തിച്ചു. പരിശുദ്ധാത്മാവിൽ ചേർന്ന് കർത്താവിനോടുള്ള സ്നേഹത്തിൽ അവരവിടെ അത്യധ്വാനം ചെയ്തു. അതുകൊണ്ടാണ് ഇന്ന് ആ അത്ഭുത സാക്ഷ്യങ്ങൾ അവിടെ സംഭവിച്ചത്. അതുകൊണ്ട് യേശുവിൻ്റെ നാമത്തെ മഹത്വപ്പെടുത്തുവാൻ ഒരിക്കലും മടിക്കരുത്. കർത്താവ് നിങ്ങളെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. ഇന്ന് രോഗികളായിട്ട് ഒത്തിരി പേരെന്നെ കേൾക്കുന്നുണ്ടല്ലോ. സാമ്പത്തികമായി തകർന്നവരുണ്ട്, സമാധാനം ഭവനത്തിലില്ലാതെ, പ്രത്യേകിച്ച് ഈ പരീക്ഷാകാലത്ത് പരീക്ഷ എഴുതുവാൻ പഠിക്കുവാനൊക്കെ ഭയം വന്ന് പ്രയാസപ്പെടുന്ന കുഞ്ഞുങ്ങൾ ഇന്ന് എന്നെ കേൾക്കുന്നുണ്ട്. അങ്ങനെയുള്ളവരുടെ മാതാപിതാക്കൾ ഇന്ന് എന്നെ കേൾക്കുന്നുണ്ട്. നമുക്ക് ചേർന്ന് പ്രാർത്ഥിക്കാം. കർത്താവ് അവിടെ അത്ഭുതം ചെയ്യും. കുഞ്ഞുങ്ങളൊക്കെ നന്നായിട്ട് ഉത്സാഹിച്ച് പഠിക്കുവാനും ആ പരീക്ഷകളിൽ ഏറ്റവും നന്നായിട്ട് അവർ എഴുതി ഉയർന്ന മാർക്ക് വാങ്ങി ജയിക്കുവാനും ഒക്കെ കർത്താവ് അവരെ സഹായിക്കും. നമുക്ക് ആ കണ്ണുകളെ ഒന്ന് അടയ്ക്കാം, പ്രാർത്ഥിക്കാം. പിതാവെ, ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ കർത്താവെ, ഞങ്ങൾ ഒരു മനസ്സോടെ പരീക്ഷ എഴുതുന്ന കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. കർത്താവെ, അവിടുന്ന് സകല ബുദ്ധിയുടെയും ജ്ഞാനത്തിൻ്റെയും ഉറവിടമാണല്ലോ. കുഞ്ഞുങ്ങളുടെ ബുദ്ധിയെയും ജ്ഞാനത്തെയും ഓർമ്മശക്തിയെയും ഒക്കെ അവിടുന്ന് അനുഗ്രഹിച്ച് വർദ്ധിപ്പിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ആ പരീക്ഷകളോട്, ആ ഓരോ വിഷയങ്ങളോടുള്ള ഭയം അവരുടെ കുഞ്ഞുങ്ങളുടെ ഹൃദയത്തിൽ നിന്ന് മാറിപ്പോകട്ടെ. പരിശുദ്ധാത്മാവാം ദൈവമേ, കുഞ്ഞുങ്ങളുടെ കൂടെ ഇരുന്ന് പഠിക്കുവാൻ അവരെ സഹായിക്കണം. പരീക്ഷാ ഹാളിൽ കയറിയിരിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് കൂടെ ഇരുന്ന് അവർക്ക് നല്ല ധൈര്യത്തോടെ എല്ലാ ചോദ്യങ്ങളും നന്നായി മനസ്സിലാക്കി നന്നായിട്ട് എഴുതുവാൻ, ഉത്തരങ്ങൾ എഴുതുവാൻ അവിടുന്ന് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അവരുടെ ആൻസർ ഷീറ്റുകൾ വാല്യൂ ചെയ്യുന്ന അധ്യാപകർ അവർക്ക് അർഹിക്കുന്ന ഏറ്റവും മികച്ച മാർക്കുകൾ നൽകുവാനും അവിടുന്ന് സഹായിക്കണമേ. ഉന്നത മാർക്ക് വാങ്ങി ജയിക്കുവാൻ അവിടുന്ന് സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, രോഗികൾ ഇന്ന് തന്നെ കേൾക്കുന്നല്ലോ. ക്യാൻസർ രോഗികൾ ഇപ്പോൾ തന്നെ യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകുവാൻ ഞാൻ കൽപ്പിക്കുകയാണ്. ബ്ലഡ് ക്യാൻസർ രോഗികൾ, ശ്വാസകോശത്തിൽ ക്യാൻസർ ബാധിച്ച വ്യക്തികൾ ഇപ്പോൾ തന്നെ സൗഖ്യമാകട്ടെ. ചുമച്ച്
രക്തം തുപ്പുന്ന അനുഭവമുള്ള വ്യക്തികൾ നിന്നെ കേൾക്കുന്നുണ്ട്. യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ തന്നെ ആ രോഗബന്ധനം അഴിയുവാൻ ഞാൻ കൽപ്പിക്കുന്നു കർത്താവെ. അതുപോലെ തന്നെ കൈകാലുകളുടെ അസ്ഥികൾ വളഞ്ഞ് നടക്കുവാനും ഒക്കെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന വ്യക്തികൾ, കുറേ നേരം നിൽക്കുമ്പോൾ കാലിന് വേദന, ഈ ബോഡി വെയ്റ്റ് താങ്ങുവാൻ കഴിയാതെ അസ്ഥി വളഞ്ഞത് മൂലം, കാലിൻ്റെ അസ്ഥി വളഞ്ഞത് മൂലം വേദന അനുഭവിക്കുന്ന വ്യക്തികൾ യേശുവിൻ്റെ നാമത്തിൽ ഞാൻ കൽപ്പിക്കുകയാണ്, ഇപ്പോൾ തന്നെ കാലുകൾ നിവർന്നു വരട്ടെ. കർത്താവെ, അവിടുന്ന് അങ്ങനെ ചെയ്തിരിക്കാൻ സ്തോത്രം ചെയ്യുന്നു. അവിടുന്ന് ദാനമായി തന്ന അധികാരത്തിനായി നന്ദി. എൻ്റെ നാമത്തിൽ എന്ത് ചോദിച്ചാലും തരാമെന്ന് വാക്ക് പറഞ്ഞവനെ കർത്താവെ, അധികാരത്തിന് നന്ദി പറയുന്നു. ഇപ്പോൾ ആ അത്ഭുതം നടന്നു കഴിഞ്ഞിരിക്കാൻ സ്തോത്രം ചെയ്യുന്നു. കുടുംബങ്ങളിൽ സമാധാനമുണ്ടാകട്ടെ. സാമ്പത്തിക പ്രതിസന്ധികളിൽ നിന്ന് അത്ഭുതകരമായി വിടുതൽ സംഭവിക്കട്ടെ. യേശുവിൻ്റെ നാമത്തിൽ ഞാൻ പ്രാർത്ഥിക്കുന്നു. എല്ലാവരെയും അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുക. കർത്താവെ, അവിടുന്ന് അങ്ങനെ ചെയ്തിരിക്കാൻ സ്തോത്രം. പ്രാർത്ഥന കേട്ടതിനായി നന്ദി. അത്ഭുതങ്ങൾക്കായി സ്തോത്രം. എല്ലാം എൻ്റെ യേശു കർത്താവിൻ്റെ പൊന്നുനാമം മഹത്വപ്പെടേണ്ടതിനായി തന്നെ. ആമേൻ, ആമേൻ. പ്രിയപ്പെട്ടവരെ, ഇപ്പോൾ തന്നെ ചെക്ക് ചെയ്ത് നോക്കിയോ. അത്ഭുതം നടന്നു കഴിഞ്ഞാൽ കാലിൻ്റെ വളവ് നിവർന്നത് കണ്ടോ? ഈ നമ്പറിൽ വിളിച്ച് പറയാൻ മടിക്കരുത്. നിങ്ങളുടെ സാക്ഷ്യങ്ങൾ കേൾക്കുവാൻ ഞങ്ങൾ കൊതിയോടെ കാത്തിരിക്കുകയാണ്. കർത്താവ് നിങ്ങളെ അതിനെ സഹായിക്കട്ടെ. അതുവരെയും കർത്താവ് നിങ്ങളെ ഓരോരുത്തരെയും തൻ്റെ ചിറകിൻ മറവിൽ സൂക്ഷിക്കട്ടെ. ഐ ബ്ലസ് യു ഇൻ ജീസസ് നെയിം.